അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാ വർഷവും ദശലക്ഷക്കണക്കിന് മുസ്ലിങ്ങൾ ഇസ്ലാമിക പുതുവർഷത്തിന്റെ തുടക്കം കുറിച്ച് മുഹറം 1-ന് കഅബയുടെ കിസ്വ മാറ്റുന്നത് വിസ്മയത്തോടെ നോക്കിക്കാണാറുണ്ട്. എന്നാൽ ഒരു വർഷം അവിടെയുണ്ടായിരുന്ന എല്ലാ തീർത്ഥാടകരെയും ഞെട്ടലിലും കണ്ണീരിലും ആഴ്ത്തിക്കൊണ്ട് അവിശ്വസനീയമായ ഒന്ന് സംഭവിച്ചു. വരും വർഷങ്ങളിൽ ഓർമ്മിക്കപ്പെടുന്ന ഒരു നിമിഷം ഒരു മനുഷ്യന്റെ ജീവിതം മാറ്റിമറിക്കുകയും ദശലക്ഷക്കണക്കിന് ആളുകൾക്ക് പ്രചോദനമാവുകയും ചെയ്ത ഒരു നിമിഷം. മക്കയിലെ ശാന്തമായ ഒരു പ്രഭാതത്തിലാണ് അത് ആരംഭിച്ചത്. വിശുദ്ധ ഹറം പള്ളിയിൽ തീർത്ഥാടകർ ത്വവാഫ് ചെയ്തും പ്രാർത്ഥനകൾ ഉരുവിട്ടും നിറഞ്ഞിരുന്നു. തൽബിയത്തിന്റെ ശബ്ദം അന്തരീക്ഷത്തിൽ അലയടിച്ചു. ക്യാമറകൾ സജ്ജമായിരുന്നു. രാത്രി മുഴുവൻ ആരാധനയിലും സമർപ്പണത്തിലും കഴിഞ്ഞ വിദഗ്ധ തൊഴിലാളികൾ പുതിയ ഗിലാഫ് തയ്യാറാക്കുകയായിരുന്നു. ശാന്തമായ ഒരു ഭക്തി ആ പ്രദേശത്തെ വലയം ചെയ്തിരുന്നു. എന്നാൽ നിമിഷങ്ങൾക്കകം കഅബയുടെ പവിത്രത മുമ്പെങ്ങും കണ്ടിട്ടില്ലാത്ത ഒന്നിന് സാക്ഷ്യം വഹിക്കുമെന്ന് ആരും അറിഞ്ഞിരുന്നില്ല. അവിടെയുണ്ടായിരുന്ന ഓരോ ആത്മാവിൻ്റെയും ഓർമ്മയിൽ അത് ആഴത്തിൽ പതിയാൻ പോന്ന ശക്തമായ ഒരു സംഭവം. പെട്ടെന്ന് ഇടിമുഴക്കം പോലെ ഒരു കരച്ചിൽ അന്തരീക്ഷത്തിൽ ഉയർന്നു. തീർത്ഥാടകർ ഭയത്തോടെ മുകളിലേക്ക് നോക്കിയപ്പോൾ വിശുദ്ധ കഅബയുടെ മുകളിൽ ഒരാൾ നിൽക്കുന്നത് കണ്ടു. വെള്ളവസ്ത്രം ധരിച്ച നഗ്നപാതനായി മുഖത്ത് കണ്ണുനീർ ഒലിച്ചിറങ്ങുന്നുണ്ടായിരുന്നു. അദ്ദേഹം മറ്റൊരു ലോകത്തു നിന്നുള്ള ആളെപ്പോലെ തോന്നി. അദ്ദേഹത്തിൽ നിന്ന് ദുഃഖവും വെപ്രാളവും പ്രസരിച്ചു. ആർക്കെങ്കിലും പ്രതികരിക്കാൻ കഴിയുന്നതിന് മുമ്പ് മനുഷ്യൻ കൈകൾ നീട്ടിവിറയ്ക്കുന്ന ചുണ്ടുകളോടെ ആകാശത്തേക്ക് നോക്കി താഴേക്ക് ചാടി. ജനക്കൂട്ടത്തിൽ നിന്ന് ഞെട്ടലുണ്ടായി. സുരക്ഷാ ഉദ്യോഗസ്ഥർ ഓടിയെത്തി. ആളുകൾ അലറി വിളിച്ചു. ചിലർ ഭയന്ന് തളർന്നു വീണു. കുട്ടികൾ കരഞ്ഞു. പ്രായമായവർ പ്രാർത്ഥനയിൽ നിശ്ചലരായി. എന്നാൽ ഹറമിന്റെ വിശുദ്ധമായ മാർബിൾ തറയിലേക്ക് അദ്ദേഹം പതിക്കുമ്പോൾ അത്ഭുതകരമായ ഒന്ന് സംഭവിച്ചു. എവിടെ നിന്നോ ഒരു വലിയ കാറ്റ് വീശിയടിച്ചു. അത് വിശ്വാസികളുടെ ശിരോവസ്ത്രങ്ങളെയും വസ്ത്രങ്ങളെയും ഇളക്കിമറിച്ചു. നിലത്തിന് തൊട്ടുമുകളിൽ ചിറകുകളുടെ ആകൃതിയിൽ തിളങ്ങുന്ന ഒരു വെള്ളപ്രകാശം പ്രത്യക്ഷപ്പെട്ടു. ആ മനുഷ്യൻ ഒരു നിമിഷം വായുവിൽ പൊങ്ങി നിൽക്കുന്നതായി തോന്നി. ഒരു പ്രകാശരൂപം അദ്ദേഹത്തെ പിടിക്കുകയും വീഴ്ചയുടെ വേഗത കുറയ്ക്കുകയും ചെയ്യുന്നത് കണ്ടതായി പലരും സത്യം ചെയ്തു. ഉറപ്പായ മരണത്തിലേക്ക് നിലത്ത് പതിക്കുന്നതിന് പകരം അദ്ദേഹം പരിക്കുകളൊന്നും ഏൽക്കാതെ സൗമ്യമായി സുരക്ഷിതമായി നിലത്തിറങ്ങി. ഒരു പോറൽ പോലുമില്ലാതെ, ഒരൊറ്റ മുറിവ് പോലുമില്ലാതെ. ഹറം മുഴുവൻ നിശബ്ദമായി. പിന്നെ സുബ്ഹാനല്ലാ, യാ അല്ലാ എന്നീ വിളികൾ അന്തരീക്ഷത്തിൽ നിറഞ്ഞു. കാവൽക്കാർ പോലും അത്ഭുതത്താൽ മുട്ടുകുത്തി. പലരും നിയന്ത്രണമില്ലാതെ കരഞ്ഞു. ആ മനുഷ്യൻ കണ്ണുകൾ അടച്ചുവിറച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ട് നിന്നു. ആരാണെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ അല്ലാഹുവിൻ്റെ ഭവനത്തിൽ മരിക്കാനാണ് വന്നതെന്നാൽ അല്ലാഹു എനിക്ക് ജീവിതം നൽകാൻ തീരുമാനിച്ചു. എന്നാൽ ആരായിരുന്നു അദ്ദേഹം? ജീവിതത്തിൻ്റെയും മരണത്തിൻ്റെയും ആ ദൈവിക വക്കിലേക്ക് അദ്ദേഹത്തെ നയിച്ചതെന്താണ്? അദ്ദേഹത്തിൻ്റെ പേര് ബിലാൽ എന്നായിരുന്നു. സുഡാനിലെ ഒരു ഗ്രാമത്തിലെ പാവപ്പെട്ട വസ്ത്രനിർമ്മാണ തൊഴിലാളി. വിധവയായ മാതാവിൻ്റെയും ഇളയ സഹോദരങ്ങളുടെയും ഏക ആശ്രയമായിരുന്നു അദ്ദേഹം. ജീവിതകാലം മുഴുവൻ അല്ലാഹുവിൻ്റെ ഭവനം സന്ദർശിക്കാൻ അദ്ദേഹം സ്വപ്നം കണ്ടു. ഉംറയ്ക്കായി പണം മാറ്റിവെക്കാൻ അദ്ദേഹം പലപ്പോഴും ഭക്ഷണം പോലും ഉപേക്ഷിച്ചു. എന്നാൽ ഓരോ തവണയും പണം സ്വരൂപിക്കാറാകുമ്പോൾ എന്തെങ്കിലും വിപത്ത് സംഭവിക്കും. ഒരു വെള്ളപ്പൊക്കം, കുടുംബത്തിലെ അസുഖം, അല്ലെങ്കിൽ ജോലി നഷ്ടപ്പെടൽ. അദ്ദേഹത്തിൻ്റെ സ്വപ്നങ്ങൾ എപ്പോഴും തടസ്സപ്പെട്ടു. എന്നിട്ടും അദ്ദേഹം പിന്മാറിയില്ല. മുഹറമിന് ഒരു മാസം മുമ്പിലാൽ തൻ്റെ മുസല്ലയിൽ ഒരു ഈന്തപ്പന മരത്തിനു താഴെ തനിച്ചിരുന്ന് കണ്ണീരോടെ തൻ്റെ ജീവിതത്തിലെ ഏറ്റവും ആഴത്തിലുള്ള പ്രാർത്ഥന നടത്തി. യാ അല്ലാഹ്, അദ്ദേഹം മന്ത്രിച്ചു, ഒന്നുകിൽ എന്നെ നിന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകൂ, അല്ലെങ്കിൽ എന്നെ ഈ ലോകത്തു നിന്ന് കൊണ്ടുപോകൂ. നീ എനിക്കായി അത് കുറിക്കുന്നില്ലെങ്കിൽ ഇനിയും പ്രതീക്ഷിക്കാൻ എനിക്ക് ശക്തിയില്ല. അന്ന് രാത്രി തന്നെ ഒരു ചാരിറ്റബിൾ ഓർഗനൈസേഷനിൽ നിന്ന് അജ്ഞാതനായ ഒരു ദാതാവ് അദ്ദേഹത്തെ ബന്ധപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ സമ്പൂർണ്ണ ഉംറ യാത്രയ്ക്കായി ആരോ പണം നൽകിയിരിക്കുന്നു. ടിക്കറ്റ് താമസമെല്ലാം. ബിലാൽ മക്കയിലെത്തിയപ്പോൾ അദ്ദേഹത്തിന് തൻ്റെ കണ്ണുകളെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അദ്ദേഹം അവിശ്വസനീയതയോടെ മാർബിൾ നിലകളിൽ സ്പർശിച്ചു. അമ്മയെ വീണ്ടും കണ്ടെത്തിയ ഒരു കുട്ടിയെപ്പോലെ അദ്ദേഹം ഹറമിൻ്റെ ചുവരുകളെ ആലിംഗനം ചെയ്തു. ഓരോ നിമിഷവും ഒരു സ്വപ്നം പോലെ തോന്നി. ആദ്യമായി കഅബ കണ്ടപ്പോൾ അദ്ദേഹം കരഞ്ഞു. അദ്ദേഹത്തിന് അതിൽ നിന്ന് കണ്ണെടുക്കാൻ കഴിഞ്ഞില്ല. ക്ഷീണവും തിരക്കും വകവെക്കാതെ ഓരോ ചുവടിലും നന്ദിയോടെ അദ്ദേഹം എല്ലാ ദിവസവും ചിലപ്പോൾ ഒന്നിലധികം തവണ ത്വവാഫ് ചെയ്തു.
അദ്ദേഹം തൻ്റെ അമ്മയ്ക്കും ഗ്രാമത്തിനും നാട്ടിലെ അനാഥർക്കും വേണ്ടി ദുആ ചെയ്തു. തൻ്റെ ഭക്ഷണം അപരിചിതരുമായി പങ്കുവച്ചു. സംതൃപ്തിയോടെ തണുത്ത മാർബിളിൽ തലവെച്ചുറങ്ങി. എന്നാൽ മുഹറം 1 അടുത്തപ്പോൾ ബിലാൽ വികാരഭരിതനായി. പുതിയ ഗിലാഫ് തയ്യാറാക്കുന്നതും വിശുദ്ധ വസ്ത്രം ആകാശത്തേക്കുയർത്തുന്നതും കണ്ടന്റെ ആത്മാവ് പൊട്ടിത്തെറിക്കുമെന്ന് അദ്ദേഹത്തിന് തോന്നി. അല്ലാഹുവിൻ്റെ കാരുണ്യത്താൽ മതിമറന്താൻ ഒന്നിനും യോഗ്യനല്ലെന്ന് തോന്നി. അദ്ദേഹം നിയന്ത്രണമില്ലാതെ കരഞ്ഞു. ആത്മീയ ലഹരിയുടെ ഒരു നിമിഷത്തിൽ അദ്ദേഹം തയ്യാറെടുപ്പുകൾക്കിടയിലൂടെ മുകളിലേക്ക് കയറി. ആദ്യം ആരും അദ്ദേഹത്തെ ശ്രദ്ധിച്ചില്ല. എന്നിട്ട് അദ്ദേഹം അലറി വിളിച്ചു, യാ അല്ലാഹ്, എന്നെ ഞാനായിരിക്കുന്നതുപോലെ പൂർണ്ണമായി സ്വീകരിക്കണമേ. അദ്ദേഹം അടുത്തതായി ചെയ്തത് ലോകത്തെ ഞെട്ടിച്ചു. എന്നാൽ അല്ലാഹു തിരികെ നൽകിയത് അവൻ്റെ കാരുണ്യത്തെക്കുറിച്ച് നമ്മയെല്ലാം ഓർമ്മിപ്പിക്കുന്നതായിരുന്നു. ബിലാലിൻ്റെ അതിജീവനത്തിൻ്റെ അത്ഭുതം നിമിഷങ്ങൾക്കകം സോഷ്യൽ മീഡിയയിൽ പടർന്നു. സൗദി അധികൃതർ ആദ്യം അദ്ദേഹത്തെ കസ്റ്റഡിയിലെടുത്തെങ്കിലും അത്ഭുതകരമായ ദൃശ്യങ്ങൾ പരിശോധിച്ച ശേഷം കുറ്റം ചുമത്താതെ വിട്ടയച്ചു. ഡോക്ടർമാർ അദ്ദേഹത്തെ പരിശോധിച്ചെങ്കിലും ഒരു പോറൽ പോലും കണ്ടെത്താനായില്ല. പല പണ്ഡിതന്മാരും വീഡിയോ അവലോകനം ചെയ്യുകയും അദ്ദേഹത്തിൻ്റെ വീഴ്ചയുടെ വേഗത കുറഞ്ഞത് വിശദീകരിക്കാനാകാത്തതാണെന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തു. ചിലർ ഇതിനെ ഹറമിലെ ദൈവിക ഇടപെടലുകളെക്കുറിച്ചുള്ള ചരിത്രപരമായ റിപ്പോർട്ടുകളുമായി ബന്ധപ്പെടുത്തി. വിശ്വാസികളെ സംരക്ഷിക്കാൻ അല്ലാഹു മലക്കുകളോട് കൽപ്പിക്കുന്ന ഖുർആൻ വചനങ്ങൾ മറ്റുള്ളവർ ഉദ്ധരിച്ചു. ബിലാൽ തന്നെ പറഞ്ഞു, ഞാൻ മരിക്കാൻ ആഗ്രഹിച്ചതുകൊണ്ടല്ല ചാടിയത്. എൻ്റെ രക്ഷിതാവിനെ അവൻ്റെ ഭവനത്തിൽ വെച്ച് കണ്ടുമുട്ടാൻ ഞാൻ ആഗ്രഹിച്ചു. ഒറ്റ നിമിഷം കൊണ്ട് എൻ്റെ എല്ലാം അവന് നൽകാൻ ഞാൻ ആഗ്രഹിച്ചു. എന്നാൽ ആ അത്ഭുതത്തിനപ്പുറം ഈ കഥ മുഹറമിൻ്റെ ശക്തിയും സന്ദേശവും വഹിക്കുന്നു. ഇസ്ലാമിക കലണ്ടറിലെ ആദ്യ മാസമാണ് മുഹറം. യുദ്ധം നിഷിദ്ധമാക്കപ്പെട്ട 4 വിശുദ്ധ മാസങ്ങളിൽ ഒന്ന്. ഇത് ആത്മപരിശോധനയ്ക്കും പശ്ചാത്താപത്തിനും ശുദ്ധമായ ഹൃദയത്തോടെ അല്ലാഹുവിലേക്ക് മടങ്ങാനുമുള്ള സമയമാണ്. ഇസ്ലാമിക ചരിത്രത്തിലെ ഏറ്റവും ഹൃദയഭേദകമായ സംഭവങ്ങളിലൊന്നായ കർബല യുദ്ധത്തിൻ്റെ സ്മരണ പുതുക്കുന്ന മാസമാണിത്. ഹസ്രത്ത് ഇമാം ഹുസൈൻ റളിയല്ലാഹു അൻഹുവും കുടുംബവും സത്യത്തിനും നീതിക്കും ഇസ്ലാമിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നതിനും വേണ്ടി രക്തസാക്ഷിത്വം വരിച്ച മാസം. കർബലയിലെ രക്തം ഒരു ചരിത്രപരമായ ഓർമ്മ മാത്രമല്ല, അത് ത്യാഗത്തിൻ്റെയും സമർപ്പണത്തിൻ്റെയും അചഞ്ചലമായ വിശ്വാസത്തിൻ്റെയും ജീവിക്കുന്ന പാഠമാണ്. ഇമാം ഹുസൈൻ്റെ ധീരതയും സ്വേച്ഛാധിപത്യത്തിനെതിരായ അദ്ദേഹത്തിൻ്റെ നിലപാടും ചുട്ടുപൊള്ളുന്ന വെയിലിന് കീഴിലുള്ള അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയും എല്ലാ കാലഘട്ടത്തിലെയും ഹൃദയങ്ങളെ ചലിപ്പിക്കുന്ന പ്രതീകങ്ങളാണ്. ബിലാലിൻ്റെ ആ ചാട്ടം ഒരു തരത്തിൽ ആ പൈതൃകത്തിൻ്റെ ഒരു മന്ത്രമായിരുന്നു. ഒരു കീഴടങ്ങലൊരു ത്യാഗമതീവമായ ഒരു ആഗ്രഹം. ഈ വിശുദ്ധ മാസത്തിൽ അല്ലാഹു സമുദ്രങ്ങളെപ്പോലും ശാന്തമാക്കിയതായി ഒരു വിവരണം നമ്മോട് പറയുന്നു. പ്രവാചകന്മാർക്ക് ദൈവിക സഹായം ലഭിച്ചു. ഹസ്രത്ത് നൂഹ് നബി അലിഹിസ്ലാമിൻ്റെ കപ്പൽ മുഹറം മാസത്തിലാണ് ജൂതി പർവ്വതത്തിൽ നങ്കൂരമിട്ടത്. ഹസ്രത്ത് മൂസ അലിഹിസ്ലാമിനെ ഫറവോനിൽ നിന്ന് രക്ഷപ്പെടുത്തിയതും ഈ മാസത്തിലാണ്. മുഹറം മാസത്തിൽ സമയത്തിൻ്റെ തിരശീല നേർത്തതാകുന്നു ദൈവിക കാരുണ്യം കൂടുതൽ തീവ്രതയോടെ വർഷിക്കുന്നു. അതിനാൽ ഒരു ആചാരമനുഷ്ഠിക്കാൻ വരാതെ തൻ്റെ ജീവിതം അല്ലാഹുവിന് നൽകാൻ വന്ന ബിലാലിൻ അല്ലാഹുവിൻ്റെ കാരുണ്യം സമൃദ്ധമായി പെയ്യുന്ന ഈ സമയത്ത് ഒരു അത്ഭുതം നൽകപ്പെട്ടു. സംഭവത്തിന് ശേഷം ബിലാൽ കുറച്ച് ദിവസങ്ങൾ കൂടി മക്കയിൽ തങ്ങി. പണ്ഡിതന്മാരും തീർത്ഥാടകരും ഗിലാഫ് നെയ്ത്ത് സമിതിയിലെ ചില അംഗങ്ങളും അദ്ദേഹത്തെ സന്ദർശിച്ചു. അവർ അദ്ദേഹത്തിന് പഴയ ഗിലാഫിൻ്റെ ഒരു കഷണം സമ്മാനമായി നൽകി. ചിലർ അദ്ദേഹത്തിൻ്റെ കൈകളിൽ ചുംബിച്ചു. പലരും അദ്ദേഹത്തോട് ദുആ ചെയ്യാൻ ആവശ്യപ്പെട്ടു. അദ്ദേഹം ഇപ്പോൾ ലോകമെമ്പാടും തൻ്റെ കഥ പങ്കുവെക്കുന്ന ഒരു അത്ഭുത മനുഷ്യനെന്ന നിലയിലല്ല, മറിച്ച് സമ്പൂർണമായ കീഴടങ്ങലിൻ്റെ മാധുര്യം രുചിച്ച ഒരു ദാസൻ എന്ന നിലയിൽ. അത്തരത്തിൽ പുതിയ ഇസ്ലാമിക വർഷം ആരംഭിക്കുമ്പോൾ മുഹറം 1 അല്ലാഹുവിൻ്റെ വാതിലുകൾ ഒരിക്കലും അടഞ്ഞിട്ടില്ലെന്ന് നമുക്കോർക്കാം. നമ്മുടെ ഏറ്റവും നിരാശാജനകമായ നിമിഷങ്ങളിലും ഹൃദയംഗമമായ കീഴടങ്ങലിലും ചിലപ്പോൾ അത്ഭുതങ്ങൾ സംഭവിക്കുന്നു. ചിലപ്പോൾ ആ അത്ഭുതങ്ങൾ അത് ലഭിച്ചയാൾക്ക് വേണ്ടി മാത്രമുള്ളതല്ല, മറിച്ച് അല്ലാഹു എല്ലാം കാണുകയും കേൾക്കുകയും പ്രതികരിക്കുകയും ചെയ്യുന്നു എന്ന് നമ്മെ എല്ലാവരെയും ഓർമ്മിപ്പിക്കാൻ കൂടിയുള്ളതാണ്. കർബലയിൽ നിന്നുള്ള പാഠങ്ങൾ ഹൃദയത്തിലും ബിലാലിൻ്റെ അത്ഭുതം മനസ്സിലും വെച്ചുകൊണ്ട് നമുക്ക് ഈ ഇസ്ലാമിക വർഷം പുത്തൻ വിശ്വാസത്തോടെ ആരംഭിക്കാം. ബിലാലിനെ പോലെയുള്ള ആത്മാർത്ഥതയും ഇമാം ഹുസൈനെ പോലെയുള്ള ധീര്യവും ആകാശത്തുനിന്ന് വീഴുന്ന
മനുഷ്യനെ പിടിച്ച മാലാഖയെപ്പോലുള്ള കാരുണ്യവും അല്ലാഹു നമുക്ക് നൽകട്ടെ. ഓ അല്ലാഹുവേ, ആകാശങ്ങളുടെയും ഭൂമിയുടെയും നാഥാകണക്കില്ലാതെ നൽകുന്നവനെ, എല്ലാ നിധികളുടെയും ഉടമസ്ഥായി എനിക്കും എൻ്റെ കുടുംബത്തിനും സമൃദ്ധമായ ഹലാലായ ഉപജീവനം നൽകണമേ. നിയമാനുസൃതമായവ കൊണ്ട് ഞങ്ങളുടെ ജീവിതത്തെ സമ്പന്നമാക്കണമേ. എല്ലാ ഹറാമുകളിൽ നിന്നും ഞങ്ങളെ അകറ്റണമേ. ഓ അല്ലാഹുവേ, ഒരിക്കലും കുറയാത്ത നിന്റെ നിധികളിൽ നിന്ന് വിജയത്തിൻ്റെയും ഉപജീവനത്തിൻ്റെയും അപ്രതീക്ഷിത വിഭവങ്ങളുടെയും വാതിലുകൾ തുറക്കണമേ. എൻ്റെ പരിശ്രമങ്ങളെ അനുഗ്രഹിക്കണമേ. എൻ്റെ വരുമാനം വർദ്ധിപ്പിക്കണമേ. എല്ലാ പദ്ധതികളിലും എല്ലാ ബിസിനസ്സിലും എല്ലാ അവസരങ്ങളിലും ബർക്കത്ത് നൽകണമേ. ഓ അല്ലാഹുവേ, ഈ വർഷം സാമ്പത്തിക എളുപ്പത്തിലേക്കും കടങ്ങളിൽ നിന്നുള്ള മോചനത്തിലേക്കും സ്ഥിരതയിലേക്കുമുള്ള ഒരു വഴിത്തിരിവാക്കണമേ. ഞങ്ങളുടെ ആശങ്കകൾക്ക് പകരം സമാധാനവും ഞങ്ങളുടെ കടങ്ങൾക്ക്, ആശ്വാസവും ഞങ്ങളുടെ പ്രയാസങ്ങൾക്ക്, എളുപ്പവും ഞങ്ങളുടെ ഇല്ലായ്മയ്ക്ക് സംതൃപ്തിയും നൽകണമേ. ഓ അല്ലാഹുവേ, ലോകത്തും പരലോകത്തും എനിക്ക് വിജയം നൽകണമേ. എൻ്റെ ജോലിയിലും പഠനത്തിലും ലക്ഷ്യങ്ങളിലും മികവിലേക്ക് എന്നെ നയിക്കണമേ. ഉദാരമായി ദാനധർമ്മം ചെയ്യുന്നവരിൽ എന്നെ ഉൾപ്പെടുത്തണമേ. ദരിദ്രരെ സഹായിക്കാനും സമ്പത്തുകൊണ്ട് ഒരിക്കലും അഹങ്കരിക്കാതിരിക്കാനും എന്നെ സഹായിക്കണമേ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.